ഇറാൻ അമേരിക്ക യുദ്ധം അത്യന്തം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ ഇറാനിലെ സുപ്രധാന കേന്ദ്രമായ ഖാർഗ് ദ്വീപിൽ അമേരിക്കൻ സൈന്യം അതിശക്തമായ വ്യോമാക്രമണം നടത്തിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചു. ഇറാന്റെ അസംസ്കൃത എണ്ണ കയറ്റുമതിയുടെ 90% കൈകാര്യം ചെയ്യുന്ന തന്ത്രപ്രധാനമായ കേന്ദ്രമാണ് ഖാർഗ് ദ്വീപ്. ദ്വീപിലെ മുഴുവൻ സൈനിക ലക്ഷ്യങ്ങളും പൂർണ്ണമായും തകർത്തതായി ഡൊണാൾഡ് ട്രംപ് തന്റെ ഔദ്യോഗിക സാമൂഹിക മാധ്യമ അക്കൗണ്ടിലൂടെ വ്യക്തമാക്കി. മിഡിൽ ഈസ്റ്റിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ബോംബാക്രമണങ്ങളിൽ ഒന്നാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഇപ്പോൾ നടത്തിയിരിക്കുന്നതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. എന്നാൽ നിലവിൽ ഖാർഗ് ദ്വീപിലെ എണ്ണ വ്യവസായ ശൃംഖലകളെ അമേരിക്കൻ സൈന്യം ലക്ഷ്യം വെച്ചിട്ടില്ലെന്ന് ട്രംപ് അറിയിച്ചു. അതേസമയം ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ സുരക്ഷിതവും സ്വതന്ത്രവുമായ യാത്രയ്ക്ക് ഇറാനോ മറ്റേതെങ്കിലും രാജ്യങ്ങളോ തടസ്സം സൃഷ്ടിച്ചാൽ ഈ എണ്ണ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കുന്ന കാര്യം ഉടൻ തന്നെ പരിഗണിക്കുമെന്ന ശക്തമായ മുന്നറിയിപ്പും അമേരിക്കൻ പ്രസിഡന്റ് നൽകിയിട്ടുണ്ട്. ലോകത്തിലെ ആകെ അസംസ്കൃത എണ്ണയുടെയും പ്രകൃതി വാതകത്തിന്റെയും 1/5 കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്കിലെ വാണിജ്യ ഗതാഗതം ഇറാന്റെ നിരന്തരമായ ആക്രമണങ്ങളെ തുടർന്ന് ഏതാണ്ട് പൂർണ്ണമായും സ്തംഭിച്ച അവസ്ഥയിലാണ്. അമേരിക്കയിലെ വർദ്ധിച്ചു വരുന്ന ഇന്ധനവില നിയന്ത്രിക്കുന്നതിന്റെയും എണ്ണ കയറ്റുമതി പുനഃസ്ഥാപിക്കുന്നതിന്റെയും ഭാഗമായി ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന എണ്ണ കപ്പലുകൾക്ക് അമേരിക്കൻ നാവികസേന ഉടൻ തന്നെ സുരക്ഷയൊരുക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാന്റെ പ്രധാന ഭൂപ്രദേശത്തു നിന്നും 30 കിലോമീറ്ററോളം അകലെ സ്ഥിതി ചെയ്യുന്ന ഖാർഗ് ദ്വീപിന് നേരെയുണ്ടായ ഈ കനത്ത ആക്രമണം പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് പുതിയ മാനം നൽകിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.